പല സൂപ്പർ താരങ്ങളും ജോലി ചെയ്യുന്നത് 8 മണിക്കൂർ മാത്രമാണ്. എന്നാൽ അതൊന്നും ഇവിടെ വാർത്തയാകില്ലെന്ന വിമർശനവുമായി ബോളിവുഡ് സൂപ്പർ താരം ദീപിക പദുകോൺ. പ്രഭാസ് നായകനായി നാഗ് അശ്വിൻ സംവിധാനത്തിൽ തെലുങ്കിൽ പുറത്തിറങ്ങിയ കൽക്കി എന്ന ചിത്രത്തിൽ നായികയായി എത്തിയത് ദീപിക പദുകോൺ ആയിരുന്നു. സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ നിന്ന് ദീപികയെ ഒഴിവാക്കിയത് വലിയ വാർത്തയായിരുന്നു. ഇതിന് പിന്നാലെ കൂടുതൽ പ്രതിഫലവും ജോലി സമയം 8 മണിക്കൂറാക്കി ചുരുക്കണമെന്നും നടി ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇപ്പോഴിതാ ഇതിൽ പ്രതികരിക്കുകയാണ് ദീപിക പദുകോൺ. ഇന്ത്യയിലെ പല സൂപ്പർ താരങ്ങളും 8 മണിക്കൂർ മാത്രമാണ് ജോലി ചെയ്യുന്നതെന്നും എന്നാൽ അതൊരിക്കലും ഒരു വാർത്തയായി മാറുന്നില്ലെന്നും ദീപിക പറഞ്ഞു. ഇന്ത്യയിലെ പല മെയിൽ സൂപ്പർ സ്റ്റാറുകളും ദിവസവും 8 മണിക്കൂർ മാത്രമാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ അതൊന്നും ഒരിക്കലും വാർത്തയായിട്ടില്ല. ആരുടെയും പേരെടുത്ത് പറഞ്ഞ് ഇതൊരു വിഷയമാക്കി മാറ്റാൻ ആഗ്രഹമില്ല. തിങ്കൾ മുതൽ വെള്ളി വരെ മാത്രം ജോലി ചെയ്യുന്ന താരങ്ങളും ഇവിടെയുണ്ട്. തന്റെ പോരാട്ടങ്ങൾ എന്നും നിശബ്ദമായിട്ടാണ്. എന്നാൽ താൻ പോലും വിചാരിക്കാത്ത തരത്തിൽ അവ ചിലപ്പോൾ പബ്ലിക്കായി മാറിയിട്ടുണ്ടാകാം. പക്ഷെ വളരെ മാന്യമായി പോരാടുക എന്നതാണ് തന്റെ രീതിയെന്നും ദീപിക പറഞ്ഞു. ഇന്ത്യൻ സിനിമാ വ്യവസായം വളരെ അസംഘടിതമാണ്. അതിനെ ഒരുമിപ്പിക്കുന്നതിനായി ഒരു സംവിധാനം കൊണ്ടുവരേണ്ടത് ആവശ്യമാണെന്നും ദീപിക കൂട്ടിച്ചേർത്തു. നേരത്തെ ഷൂട്ടിംഗ് സെറ്റുകളിൽ സമയക്രമം വേണമെന്ന നടിയുടെ ആവശ്യം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ദിവസവും 6 മണിക്കൂർ ജോലി സമയം, ചിത്രത്തിന്റെ ലാഭവിഹിതം, ഉയർന്ന പ്രതിഫലം തുടങ്ങിയ ഡിമാൻഡുകളാണ് ദീപിക മുന്നോട്ട് വെച്ചിരുന്നത്. ഇതിനെ ചൊല്ലി ദീപികയും സംവിധായകൻ സന്ദീപ് റെഡ്ഡി വാങ്കയും നടത്തിയ തർക്കങ്ങൾ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. ഡിമാൻഡുകൾ അംഗീകരിക്കാൻ കഴിയാത്തതിനാൽ സന്ദീപ് റെഡ്ഡിയുടെ ചിത്രത്തിൽ നിന്ന് ദീപികയെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. പ്രഭാസിനെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന സ്പിരിറ്റിൽ നിന്നാണ് ദീപികയെ അന്ന് ഒഴിവാക്കിയത്. കൽക്കിയിൽ നിന്നും കൂടി ദീപികയെ ഒഴിവാക്കിയതോടെ നടിയുടെ ഡിമാൻഡുകൾക്ക് നേരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നത്. അതേസമയം കൽക്കിയിൽ ഏറെ പ്രാധാന്യമുള്ള കഥാപാത്രത്തെയാണ് ദീപിക അവതരിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ദീപികയില്ലാതെ രണ്ടാം ഭാഗം എങ്ങനെയായിരിക്കുമെന്ന ആശങ്കയും ആരാധകർ പങ്കുവെക്കുന്നുണ്ട്.